എല്ലോടും കൂടി നല്ല കപ്പ് കിട്ടിയിട്ടുണ്ട്. കപ്പയല്ല, നല്ല ബീഫിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. UK സമ്മർ വന്നതോടുകൂടി ഭയങ്കര വെയിലാണ്. ചേച്ചി വന്നിട്ടാണ് എൻ്റെ കപ്പയുടെ തോല് വിളിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കാണിച്ചത്. ശരി, അടിപൊളി. ഹായ്, ഹലോ. നമുക്ക് നല്ല നാടൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. നാടൻ കപ്പ ബിരിയാണി എന്നൊന്നുമില്ല അല്ലേ, കപ്പ ബിരിയാണി അത്രയും മതി. അപ്പോൾ കപ്പ ബിരിയാണി മാത്രമല്ല, ഞാൻ കുറച്ച് എല്ല് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കാം. ഞങ്ങളുടെ കോതലങ്കാർ പറയുകയാണെങ്കിൽ ഏഷ്യാഡ് എന്ന് പറയും. പണ്ട് ഞാൻ ഏഷ്യാഡ് എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ ഇൻ്റർനാഷണൽ ഫുഡാണെന്ന് എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ അത് എൻ്റെ ഒരു ഫ്രണ്ട് വടാട്ടു ഹറയിലുള്ള കുഞ്ഞായി എന്ന് വിളിക്കുന്ന ഫ്രണ്ട് മേടിച്ച് തന്നപ്പോഴാണ് ഏഷ്യാഡ് എന്ന് വെച്ചാൽ കപ്പ എല്ലോ എന്ന് മനസ്സിലായി. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഏഷ്യാഡ് കഴിച്ചിട്ടുള്ളവർ അവർക്ക് മനസ്സിലാവും എന്താണ് ഏഷ്യാഡ് എന്നുള്ളത്. അപ്പോൾ എല്ലാം കപ്പയ്ക്കിട്ടുള്ളൊരു പരിപാടിയാണ് ഏഷ്യാഡ്. അതും ഉണ്ടാക്കാം. അതുപോലെ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഇവനെന്തിനാ അടുക്കളയിൽ പോയി കൂളിംഗ് ഗ്ലാസും തൊപ്പിയും വെച്ചിരിക്കുന്നേ എന്നുള്ള സംശയമുള്ളവരോട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, UK സമ്മർ വന്നതോടുകൂടി ഭയങ്കര വെയിലാണ്. നമുക്ക് എൻ്റെ ഈ കിച്ചണിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു 7-8 മണി വരെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കുക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സണ്ണടിക്കാതിരിക്കാൻ വേണ്ടി ഷെയ്ഡ് വരാൻ വേണ്ടി തൊപ്പി. എനിക്ക് ഒരുപാട് നേരം വെയിലടിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് തലവേദന വരും. ക്ലാസ് ഇത് വെച്ചിട്ട് വേണം ഇന്നത്തെ പാചകം ചെയ്യാൻ വേണ്ടി. നോർമലി ഞാനൊരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വലിയ സൺലൈറ്റ് വരുന്നതിന് മുന്നേ ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് തീർക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആകെ വീർത്ത് നാശമായി തലവേദന വന്ന്. സോ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ നമുക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എല്ലോടും കൂടി നല്ല കപ്പ് കിട്ടിയിട്ടുണ്ട്. കപ്പയല്ല, നല്ല ബീഫിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. എന്താ, നമുക്ക് ഈ എല്ലൊക്കെ ഇട്ടിട്ട് ഏഷ്യാഡ് ഉണ്ടാക്കാം. പിന്നെ ഇറച്ചി ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി മസാലകളൊക്കെ ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് മീറ്റ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ബീഫ് കുക്കറിൽ വെച്ചിരിക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയുടെ തോലൊക്കെ പൊളിച്ച് കപ്പ റെഡിയാക്കി എടുക്കാം. പണ്ട് കപ്പയുടെ തൊലി പൊളിക്കാൻ പറയുമ്പോഴേ ഈ ഫ്രണ്ടിലത്തെ സ്കിന്നുണ്ടല്ലോ, ഈ സാധനം മാത്രം ഇങ്ങനെ ചിരണ്ടി കളയായിരുന്നേ. ഞാൻ പണ്ടങ്ങനെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളർ ഒരു സാധനം വരുമല്ലോ, അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് കളയണം എന്നാണല്ലോ. എനിക്കത് അറിയില്ലായിരുന്നു. എന്നിട്ട് പണ്ട് എനിക്കൊരു +2 സമയത്ത് അങ്ങോട്ട് തോന്നുന്നു, +1 അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഇതിലൊരു NSSൻ്റെ ക്യാമ്പിൽ പോയിട്ട് അന്ന് വൈകിട്ട് കപ്പയും എന്തൊക്കെയായിരുന്നു കുക്കിങ്. അപ്പോൾ ഓരോ ടീമായിട്ട് ഉണ്ടാവുമല്ലോ NSSൽ. ഇങ്ങനെ ഓരോരോ ടീമായിരിക്കും, 10 പേര് വെച്ചടങ്ങുന്നുണ്ട്. അന്നത്തെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കപ്പയായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കായിരുന്നു അന്നത്തെ. അപ്പോൾ അന്ന് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതുപോലെ എനിക്കിങ്ങനെ പൊളിച്ച് കളയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിലത്തെ ഈ തോലുണ്ടല്ലോ, ഇത് മാത്രം ഇങ്ങനെ ചെത്തിക്കളഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സീനിയർ ചിഞ്ചു എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി വന്നിട്ടാണ് എൻ്റെ കപ്പയുടെ തോല് വിളിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ അന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ലായിരുന്നല്ലോ. അതിന് മുന്നേ വീട്ടിൽ കപ്പയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കപ്പ ഉണ്ടാക്കി മുന്നിൽ വരുമ്പോൾ കഴിക്കുന്നത് മാത്രമല്ല ശ്രദ്ധിക്കുള്ളൂ. കപ്പയുടെ തോലൊക്കെ പൊളിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്തില്ല. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കപ്പ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നു. അപ്പോൾ നമ്മുടെ ബീഫും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇത് ഇറച്ചി കേട്ടോ. എല്ല് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുക. എല്ലും നമ്മുടെ ഏഷ്യാഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതുകൊണ്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇത് ഞാൻ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഒരു ചട്ടിയാണ്. നാട്ടിലൊക്കെ ഇതുപോലത്തെ ചട്ടിയിലാണല്ലോ ഇങ്ങനെ കപ്പ ബിരിയാണി ഉടച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച ആദ്യത്തെ കപ്പ ബിരിയാണി ആട്ടോ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. കപ്പ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇറച്ചി, അതിലേക്ക് ഞാൻ ഇറച്ചി വെച്ചപ്പോൾ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് കുറച്ച് എണ്ണയും, ബീഫിൻ്റെ എണ്ണേനേക്കാൾ കൂടുതൽ എണ്ണ കുറച്ചുള്ളൂ. പക്ഷേ ബീഫിൻ്റെ നെയ്യൊക്കെ ഉള്ളൊരു ചാറ്, ആ ചാറ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി,
കപ്പ നന്നായിട്ട് ഉടഞ്ഞ് ആ ഇറച്ചിയായിട്ട് നല്ല ബ്ലെൻഡായിട്ട് വരണം. അതുപോലെ കപ്പ ബിരിയാണി എന്ന് പറയുന്നവർ പലർക്കും ഈ കപ്പ ഇറച്ചിയുണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും ഇറച്ചിയും അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ആഡ് ചെയ്യും. അത് എല്ലാവർക്കും അറിയണമെന്നില്ല. എല്ലാവരും കപ്പ ഇറച്ചി കിട്ടുമ്പോൾ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കപ്പ ഇറച്ചിയും വേറെ, കപ്പ ബിരിയാണിയാണ് അത് മുട്ട ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു മുട്ട ആഡ് ചെയ്യാം. ആ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇത് ശരിക്കും അങ്ങോട്ട് ഉടക്കുക. വേണമെങ്കിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കടലൊക്കെ ഒത്തിരി ഒഴിച്ചു കൊടുക്കും, നമ്മൾ ഒരുപാട് ഒഴിക്കുന്നില്ല. ആ ഒരു വെളിച്ചെണ്ണയുടെ പച്ച ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, ആ ഒരു മണവും ഇതൊക്കെ കിട്ടാൻ വേണ്ടി. കപ്പ ബിരിയാണി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് സവാളയും മുളകും കൂടെ അരിഞ്ഞിട്ടത് ഇങ്ങനെ ഇടുക. എന്നിട്ടോ ഇതിനകത്തിപ്പോൾ കപ്പയും അതുപോലെ ഇറച്ചിയൊക്കെ എല്ലാം ബ്ലെൻഡ് ചെയ്ത് നമുക്ക് അറിയില്ല ഏതൊക്കെയാണ്. ഇത് ഇറച്ചി, ഇത് കപ്പ. എന്തായാലും ഇതിങ്ങനെ എടുക്കുക, മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ എൻ്റെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അമ്മ വന്നു, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തുറക്ക്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നീ കഴിച്ചു നോക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീ എടുത്ത് കഴിച്ചു നോക്കി അമ്മ. ഒരു കുടം നിറയെ, ഒരു കാസറോള് നിറയെ കപ്പ ബിരിയാണി ഉണ്ട്. അടിപൊളി അല്ലാണോ? അടിപൊളിയാണ്. നാട്ടിലെത്തിയ അല്ലാണോ? ഇത് ശരിക്കും കപ്പ ബിരിയാണി മാത്രമല്ല, അല്ല കപ്പ ബിരിയാണി വിത്ത് ഏഷ്യാടും കൂടെയാണ്. വെയിൽ കാരണം എനിക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല, ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. ഇത് കണ്ടോ, ഇത് വെയിലടിക്കും ചെയ്യും. ഞാൻ ഇവിടെ കർട്ടൻ ഇട്ടിട്ടില്ല, കർട്ടൻ ഇടാത്തതിൻ്റെ കാരണം ഇത്രയും നല്ല വ്യൂ ഇവിടുന്ന്. ഇവിടെ ഈ വീട്ടിൽ മാത്രം ഇങ്ങനത്തെ ഒരു വ്യൂ ഉള്ളൂ. കാരണം നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ ദൂരേക്ക് അങ്ങ് ഇത് പിടിച്ച് അവിടെ അങ്ങ് ദൂരെ മറ്റേ കാറ്റാടിയൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും, മൊബൈലിൽ അത്ര കിട്ടില്ല. ഇത്രയും ഇങ്ങനെ വ്യൂ കണ്ടൊക്കെ നമുക്ക് കിച്ചണിൽ, ഏറ്റവും കൂടുതൽ കിച്ചണിലാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. സൂം ചെയ്ത് നോക്കാം. അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാക്കും. കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഇട്ടായി പോകും. അതുകൊണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ കാറ്റാടി കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാറ്റ് കുറവായതുകൊണ്ട് വലിയ ആട്ടമില്ല. അത് രണ്ട് പേരെ അത് ഇവിടുത്തെ വെട്ടം പ്രതിഫലിക്കുന്നത്. നമുക്ക് സൺസെറ്റ് ആ ഭാഗത്ത് കണ്ടായിട്ട് കാണാനും പറ്റും. സണ്ണ് സെറ്റ് കഴിഞ്ഞു. നല്ല ചൂടായതുകൊണ്ട് രണ്ടും കൂടെ ഉണ്ടാക്കി വരുമ്പോഴത്തെ ഒത്തിരി സമയം എടുക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തത് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടങ്ങ് ഉണ്ടാക്കി. ഒന്ന് പിടിച്ച് ഞാൻ കഴിച്ചോട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ചതേ ഉള്ളൂ. ഞാൻ ടേസ്റ്റ് അതല്ല നോക്കിയില്ല. ഞാനുണ്ടാക്കിക്കൊണ്ട് ഞാൻ തന്നെ ഭയങ്കര അഭിപ്രായം പറയുന്നില്ല.
കുഴപ്പമില്ല, നല്ല. ഞാൻ തന്നെ ഭയങ്കര ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ തട്ടുകട സ്റ്റൈൽ കൊള്ളാം. അപ്പോൾ ഓക്കെ, ഇത്രയുള്ളൂ ഇന്നത്തെ ബിരിയാണി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ കപ്പ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.